ശരണ്യ അല്ലേ ഇന്നെന്താണ് ഇന്നും ദോശയാണോ? ഇത് എന്ത് പരിപാടിയാണ് ശരണ്യ? ഈ ദോശ തിന്ന് മടുത്ത് ശരണ്യ. എന്റെ പൊന്ന് ശരണ്യ, എനിക്ക് വേണ്ട ദോശ. അത് കൊള്ളാം, കിഴി പൊറോട്ട. ഞാൻ ഓർത്ത് കേട്ടോ, അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടാ. കിഴിദോശ അല്ല, കിഴി പൊറോട്ട എന്ന് പറഞ്ഞാൽ കിഴിദോശയാക്കി കളഞ്ഞ. കിഴിദോശ എന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യാവോ? ഇതെന്നെ കൊണ്ട് ദോശ കഴിപ്പിക്കാനുള്ള എന്തോ ഒരു നമ്പറാണ് കേട്ടാ. ചെയ്യുവോ? കിഴിപ്പൊറോട്ട പോലെ. കിഴിപ്പൊറോട്ട പോലെ. എന്നാ ചെയ്ത് നോക്കും. ടേസ്റ്റ് ആണ്. തിന്നാ ഞാൻ. നമ്മുടെ അച്ഛൻ വരുമ്പോ അച്ഛനും കൊടുക്കാം ഒരു കിഴി ദോശ. അമ്മ അമ്മ മക്കൾക്ക് ആദ്യം പിച്ചാത്തി എടുത്ത് കൊടുക്കും. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് കിട്ടേണ്ട ചാൻസ്. കിഴിദോശ തിന്നമ്മ നമുക്ക്. ശരണ്യ ഇതെങ്ങനെയാണ് ചെയ്യുന്നെന്ന് പറഞ്ഞു തരണ്ട, ചെയ്യുമ്പോ കാണാം അല്ലേ? അപ്പൊ കണ്ട ദോശയൊക്കെ ഇങ്ങനെയൊക്കെ കുത്തിപ്പറിച്ചൊക്കെ എടുക്കണുണ്ട്. ആണോ? അപ്പൊ അങ്ങനെ ഒരു ദോശ ഇതേ കണ്ടാ കൂട്ടുകാരന് നല്ല ദോശയാണ്. കാണുമ്പോ അറിയാം നല്ല കിഴി ദോശ. കിഴിപ്പൊറോട്ട വായി വരുവുള്ളന്നേ. ആണോ? അപ്പൊ പൊറോട്ട അടിക്കാനൊന്ന് ഷിജു ഉണ്ടാകണം. അത് നമുക്ക് പ്രത്യേക ഒരു ചേട്ടൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കിഴി പൊറോട്ട ഉണ്ടാക്കി കാണിക്കുന്നത്. അതെ, നമ്മുടെ ജവാൻ. നമ്മളോട് അമലിയേട്ടന് പിന്നെ ചേട്ടൻ കാണിക്കാമെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുക്കണമെന്ന്. അതെ, അമലിയേട്ടന് അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ബിരിയാണിയുടേതും അത് ഇതൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമയം ഓരോന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ കണ്ടോ, നമ്മുടെ ദോശക്ക് ആവശ്യത്തിന് കുത്തൊക്കെ വീണിട്ടുണ്ട്. ഈ ദോശയുടെ മാവരക്കണതൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ. കണ്ടോ, നല്ല അടിപൊളി ദോശമാവാണ്. അപ്പൊ ഇത് വേറൊരു കാര്യമുണ്ട് ശരണ്യ, ഈ കിഴി ഇതൊക്കെ ചെയ്യുമ്പോ അതിൻ്റെ അകത്ത് കറികളൊക്കെ വേണ്ടേ? എന്നോട് ലാസ്റ്റേ പറയുള്ളൂ. ഓഹോ, അടിപൊളി ഉടുപ്പാണ് കേട്ടാ ശരണ്യ. ശരണ്യ ഇങ്ങനെ പഴയ പഞ്ചറൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ ഇടുമ്പോ ഞാൻ പറയുമല്ലോ നല്ലതെന്ന് പറയും. മോശമാണേ മോശമെന്ന് ഞാൻ പറയും. മറ്റേതിടുമ്പോ ഞാൻ പറയും മാറ്റിക്കോളാം. അന്നും പറഞ്ഞു ഇതേ ഉടുപ്പ് മാറ്റാൻ. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞ വന്ന വഴി ഒരിക്കലും മറക്കരുത്, അതൊക്കെ. പക്ഷെ അതും പറഞ്ഞ് മോശമായ ഉടുപ്പ് മാറ്റാനല്ലേ ഷിജു പറഞ്ഞുള്ളൂ. എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതേതാണ്ട് ഒരു സിനിമയുടെ അകത്ത് പറഞ്ഞല്ലേ, ഞാനന്ന് മാവേട്ട് കല്ലെറിഞ്ഞ കല്ല് വരെ വെച്ചിട്ടുണ്ടെന്ന്. അത് ഞാൻ ആ പടം മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ പോയല്ലോ എന്റെ ചേട്ടൻ. അന്ന് പല്ല് തേച്ച ബ്രഷ്. അത് ഏത് പടാണെന്ന് ഞാൻ മറന്നുപോയി. കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്യണം, കൂട്ടുകാരെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ. അത് ശരിയാ. അപ്പൊ ദോശ കണ്ട, അതൊന്ന് ഈ പരുവത്തി ഒന്ന് മറിച്ചേ ശരണ്യ. ആ പരുവത്തിലൊന്ന് മറിച്ചേ. കറക്റ്റ് ആ പകുതി വേവാകുമ്പോ ഒന്ന് മറിക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ ശരണ്യ, അല്ലേ? പൊട്ടിപ്പോകാതെ ആ പകുതി വേവാകുമ്പോ തന്നെ മറിക്കില്ല. അമ്മത് 2 കിഴി കെട്ടാന്. അല്ലല്ല, അച്ഛന് കെട്ടി പോയി. എനിക്ക് വേണമെന്നില്ല കിഴി. എനിക്ക് വേണ്ടമ്മ, അച്ഛന് കെട്ടിയാ മതി. കാരണം എന്താന്നറിയാവാ ശരണ്യയുടെ ബുദ്ധി? എനിക്ക് വേണ്ട. കാരണേ
ഞാൻ തിന്നണമെങ്കിൽ 2 ദോശയെ കഴിക്കുള്ളൂ. ആ ഈ കിഴിയിലെന്ന് വെച്ചെന്ന് 5-6 ദോശ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. വൃത്തിയല്ലേ ശരണ്യ? 5-6 ദോശ നമുക്ക് 4 ദോശ പോരെ. ആ 4 ദിവസം അപ്പൊ അത് വാഴയിലേക്ക് ഒന്ന് വാട്ടിയെടുത്തോണ്ടിരിക്കുകയാണ്. ആ ദോശ തിരിച്ചു. അപ്പൊ നമ്മുടെ അച്ഛൻ വരുമ്പോ അച്ഛന് അതിശയാവും അല്ലേ ശരണ്യ? ഇതെന്താണ് സാധനം എന്ന് അച്ഛനറിയാൻ പറ്റിയ? നമുക്ക് കിഴി പൊറോട്ട എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ അങ്ങനെയൊക്കെ പറഞ്ഞ് മഹാഭാവത്തിനെ പറ്റിക്കണ്ട, ഇതെന്താ പിട്ടാട പഠിക്കാൻ പാവത്തിനെ പറ്റിക്കണ്ട ശരണ്യ. പറ്റിക്കല്ല, അച്ഛന്റെ മുഖത്ത് പോകുന്ന ഇത് നമുക്ക് കാണാം. ആ നേരാണ്, അന്ന് അങ്ങനെ ചെയ്യാം. അമ്മ അങ്ങനെ ചെയ്യട്ടെ. അച്ഛൻ വരുമ്പോ കിഴിപ്പൊറോട്ടയാണ് ആ കിഴിപ്പൊറാട്ടാണെന്ന് പറഞ്ഞ് അച്ഛനെ പറ്റിച്ചു. നമുക്ക് അങ്ങനെ തന്നെ ചെയ്തേക്കാം. കരിഞ്ഞു കളയും. ദോശ കരിഞ്ഞ വർത്താനം പറയാൻ പോയിട്ടാണ്. അമ്മ എത്തിച്ചു. അമ്മേനെ ഏൽപ്പിച്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദോശ അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ബാക്കി കൂടി ദോശ ചുട്ടെടുക്കട്ടെ അല്ലേ? അമ്മ എന്തോ ഇത് കെട്ടാൻ പറ്റി ആരും എവിടെ പോകും? വാഴനാര് വേണം. അല്ല, നമ്മളിതെങ്ങാനും ചെയ്തിട്ടുണ്ടോ? ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ വാഴനാര എടുത്തിട്ട് വരട്ടെ. എന്നാ പോയി വാഴനാരൊക്കെ എടുത്തോണ്ട് വാ. എടാ ചേച്ചീനെയൊക്കെ വിളിക്കേണ്ടതാണ് പോയി. അതെ, മറ്റേ ചടങ്ങിന്. ചേച്ചി അമ്മയുടെ ചേച്ചി അല്ലേ? എല്ലാരും വന്നുണ്ട്. ശരണ്യയുടെ വീട്ടിൽ നിന്നും എല്ലാരും വന്നുണ്ട് 5-ാം തീയതി. ഒരടിച്ചുപൊളി തന്നെയാണ് അല്ലേ? അമ്മയുടെ ചേച്ചിയും നാത്തൂനും എല്ലാവരും നമ്മുടെ ഈ 5-ാം തീയതിയിലത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് അല്ലേ? അമ്മയുടെ സ്വന്തം ചേച്ചി, നാത്തൂൻ, ആങ്ങള, പിന്നെ അമ്മയുടെ ആങ്ങള മരിച്ചു പോയായിരുന്നു. അത് കാരണം നാത്തൂനെ വരുന്നുള്ളൂ. പിന്നെ കുത്തിപ്പറിക്കണ ഇത് കണ്ട, അതെന്താണ് സാധാരണ പെട്ടെന്ന് വരുന്ന കാര്യം. കുഴപ്പമില്ല കേട്ടോ, കീറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി എന്താണ് പരിപാടി? നമുക്ക് കിഴി കെട്ടാൻ പോവാം. അപ്പൊ നമ്മളെ ഊണ് കഴിച്ചാലോട്ട് പോവാം. എന്നിട്ട് വന്നാ എന്നിട്ട് വരാം. ഇതെന്നിട്ട് കല്ലേലൊക്കെ വെക്കുകയല്ലേ? അങ്ങനെ വെക്കാം, വാ. പറഞ്ഞു തരികയല്ലോ ശരണ്യ. എന്നാ ബാ നമുക്ക് ഇലയൊക്കെ എടുത്തോണ്ട് പോയേക്കാം. എന്നാണ് ശരണ്യ? കിഴി പൊറോട്ട തിന്നിട്ടുള്ളവർ കമന്റ് ചെയ്യുക. കൂട്ടുകാരെ കണ്ടതേ അമ്മ അതെ ശരണ്യയുടെ വാക്കും കേട്ടോണ്ട് ഇതേ വാഴനാര് എടുത്തോണ്ട് വരും. ശരണ്യ പറഞ്ഞ എല്ലാത്തിനും അമ്മ കൂട്ടു നിൽക്കുക. ഒരു ദോശക്കായിട്ട് ശരണ്യ ദോശയും കുറെ ഐറ്റംസ് ഒക്കെ ചെയ്ത് കണ്ട. അടിപൊളി സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കട്ട ചമ്മന്തി, പിന്നെ മുളക് ചമ്മന്തി. നമ്മുടെ അച്ഛൻ വന്നാ നോക്കട്ടെ? ഇല്ല, വന്നിട്ടില്ല. അപ്പുറത്തെ വീട്ടിലത്തെ അപ്പൊ അതേ ഒരു ദോശ വെച്ചിട്ടുണ്ട് ശരണ്യ. ഇതിലാട്ട് കുറച്ച് ഒഴിക്കാളെ സാമ്പാർ കഷ്ണം എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. കണ്ടാ കൂട്ടുകാരെ? അങ്ങനെ അതെ അങ്ങനെ വെച്ചിട്ടുണ്ട്. മതി, ഇച്ചിരി മതി. അങ്ങനെ ഒരു ദോശ കൂടി എടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് ഇനി എന്നാ നമ്മുടെ ആ കട്ടിയായിട്ടുള്ള തേങ്ങാ ചമ്മന്തി കൂടി അതിലാട്ട് വെച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ആഹാ, അടിപൊളി ചമ്മന്തി. നല്ല ലൂസാക്കി എടുക്കുന്നില്ലേ? എടുക്കുന്ന അത് വെള്ളം പോലെയാണ്. കട്ടി ചമ്മന്തി വേണം. ഒരു ദോശ കൂടി എടുത്ത് അങ്ങോട്ട് മൂടി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താണ് പരിപാടി? മുളക് ചമ്മന്തി. ആഹാ, അങ്ങനെ അമ്മ അത് നോക്കി തന്നെ ഇരിക്കണം. അമ്മ ഈ ശരണ്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട. ഇതാകുമ്പോളേ 3-4 ദോശ ഒന്നിച്ച് ഒരാൾ കഴിച്ചോളൂ. ഇനി എന്നാണ്? ഇനി ദോശ കമത്തണ്ടേ? വേണ്ട, കമത്തി കൂടി വെക്കുക. അങ്ങനെ ശരണ്യ ദോശ കൂടി കമത്തിയിട്ടുണ്ട്. ഇനി ചമ്മന്തി വേണ്ട, വേണ്ട വേണ്ട വേണ്ട, ഇനി പൊതിഞ്ഞാ മതി. ഇനി വേണ്ട. പിന്നെ സാമ്പാറൊന്നും വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് ഇതൊന്ന് കെട്ടിയെടുക്കട്ടെ അല്ലേ? വാഴനാരൊക്കെ ആയിട്ട് ഇതാണ് പരിപാടി അല്ലേ? അപ്പൊ ഇതൊന്ന് കെട്ടിയെടുക്കട്ടെ. അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക.
ശരണ്യ എന്താ ഇതിൻ്റെ അകത്ത് പൊറോട്ടയും നല്ല ബീഫും അതങ്ങോട്ട് ഫ്രൈ ചെയ്തതും മുട്ട പൊരിച്ചതൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് അടുപ്പ കൊണ്ടുപോയി ചൂടാക്കണം. ചൂടാക്കാം. എന്താങ്ങി അച്ഛൻ വന്നെന്ന് തോന്നുന്നു, നോക്കട്ടെ പോയി. അച്ഛൻ വന്നിട്ടുണ്ട്. ആഹാ, അച്ഛൻ കവറൊക്കെ മേടിക്കാൻ പോയതായിരുന്നു രാവിലെ. പാക്കിംഗ് കവറൊക്കെ മേടിക്കാൻ പോയതായിരുന്നു. അച്ഛാ കാപ്പി കുടിക്കാതെ അല്ലേ അച്ഛൻ രാവിലെ പോയത്? അന്നേരം ഒരു സ്ഥലത്തിന് ഒരു കമ്പനിക്ക് വേണ്ടി ഒരു സ്ഥലം വേണം, ആ ഒരു കമ്പനി ഇടാൻ വേണ്ടി. ആ ആ സാർ എന്നെ വിളിച്ചെത്തിക്ക് അപ്പൊ അതിനും കൂടി ആ കൂടെ പിന്നെ കവറൊക്കെ മേടിച്ച് ഒന്നിച്ച് പോകുന്നതാണ്. എന്നാ അച്ഛൻ ബാ, അകത്ത് വന്നിട്ടുണ്ടല്ലോ. ശരണ്യ അവിടെ എന്തോ ചെയ്യണുണ്ട്. അച്ഛൻ എന്തോ ചായ കുടിക്കാൻ എന്തോ സ്പെഷ്യലൊക്കെ ചെയ്യണുണ്ട്. എന്താണെന്ന് അറിയാമല്ലോ. ബാ. അല്ലെ ദോശയാണെന്നാണ് ഇന്നലെ പറഞ്ഞു. അല്ലച്ചാ ഇന്നലെ പറഞ്ഞായിരുന്ന അമ്മ അരി വെള്ളത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ അരി ഉഴുന്ന. വാ നോക്ക് ബാ. കഴിക്കാം. ആ ബാ. ശരണ്യ അച്ഛൻ വന്നിട്ടുണ്ട്. ശരണ്യ വാ. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല കേട്ടാ. വന്നിട്ടുണ്ട്. വാദിക്കാം. എന്നാണ് ശരി കിഴിപ്പൊറോട്ട. ഇത് രാവിലെ കിഴിപ്പൊറോട്ട പോണത്. ഇന്ന് അച്ഛന് കിഴിപ്പൊറോട്ട തന്നെ ചെയ്യാന്ന്. അതൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചു. അല്ല എന്താണ് കിഴിപ്പൊറോട്ട ഇപ്പൊ രാവിലെ എന്നെ പ്രതീക്ഷിച്ചൊന്നും അല്ല. ആണാണ്. അമ്മേനെ കാണുന്നില്ല കേട്ടാ. അമ്മ ഒത്തിരി ഇങ്ങനെ മാറി നിൽക്കുന്നു. ഏതാണ്ടൊക്കെ താഴെ പോയി ആയിരുന്ന. ഇത് വെച്ചായിരുന്നല്ലേ ഞാൻ അങ്ങോട്ട് അച്ഛനെ നോക്കാൻ പോയപ്പോ. എന്റെ കരിഞ്ഞ ആ ഇങ്ങനെയല്ലേ. അപ്പൊ ഇത് അച്ഛന് വേണ്ടി മാത്രമേ ഉള്ളൂ അച്ഛാ, എനിക്കും അമ്മയ്ക്കും ഒന്നും അല്ല. ശരി, അപ്പൊ സന്തോഷമായിട്ട് നമ്മൾ രാവിലെ അതിന്റെ കൈ കിട്ടിയത് ശരണ്യ തരികയും ചെയ്ത്. അപ്പൊ മക്കളെ ഈ രാവിലെ തന്നെ ഈ കിഴി പൊറോട്ട നമുക്ക് എല്ലാവർക്കും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ശരണ്യ. പോരെ തന്നെ ചിരിക്കരുത്, സന്തോഷമായ. ശരി ശരി ശരി. വാ വാ നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോകാം. പോണുണ്ട് കേട്ടാ. ഇരുന്നോ? ഇതൊക്കെ ദോശ എന്നൊക്കെയാണ് കഴിക്കുന്നത്. അത് രാവിലെ ഞങ്ങൾക്കുള്ളത്. എന്നാ അച്ഛൻ അവിടെ ഇരിക്കും. കയ്യൊന്ന് കഴിക്കോട്ടെ. ആ കൈയൊക്കെ കഴിയിരിക്കും. അച്ഛൻ്റെ കൈയൊക്കെ കഴുകാൻ പോയിട്ടുണ്ട്. അമ്മ ആ നേരത്ത് കാപ്പി കുടിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ അതെ അമ്മയുണ്ട്, അച്ഛനും എന്താ അഴിച്ചോണ്ടിരിക്കുകയാണ്. ശരണ്യ എങ്ങനെ ഉണ്ടാകുമെന്ന് അച്ഛൻ്റെ ടേസ്റ്റിങ് പറയുമല്ലേ? പൊറോട്ട എന്ന് പറഞ്ഞെങ്കിലും അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താണെന്ന്. അതെന്താന്ന് വെച്ചാ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞു? എന്താന്ന് വെച്ചാ ഇത് എന്നെ പറ്റിക്കാനുള്ള പരിപാടിയല്ലേ? ഞായറാഴ്ച അച്ഛനെ ഒന്ന് പറ്റി. അച്ഛാ അതെല്ലാം കൂടി ഒന്നിച്ച് കീറണം. അങ്ങനെയല്ല, 4 ഐറ്റം കൂടി. ഞാൻ കീറണമെങ്കിൽ എനിക്ക് പൂള് വേണം. ഇങ്ങനെ കുത്തി കീറണം. ആ കുത്തി കീറിക്കോ അച്ഛൻ, കീറി കഴിച്ചു നോക്ക്. അപ്പൊ മക്കളെ രാവിലെ എനിക്ക് വയറായി കിട്ടി, എനിക്ക് തൃപ്തിയായി മക്കളെ. എന്ത് സ്വാദുള്ള കിഴിപ്പൊറോട്ട. എന്നാ ചമ്മന്തി 2 സൈസ്, സാമ്പാർ, ഇതെല്ലാം കൂടി കഴിച്ചപ്പോ കിഴിപ്പൊറോട്ട ആയി. തൃപ്തിയായി. ഇഷ്ടപ്പെട്ടു. കണ്ട കൂട്ടുകാരെ, ഇതേ അമ്മയ്ക്ക് കൊടുത്ത് ശരണ്യ. ഇതേ കണ്ട എങ്ങനെയുണ്ട്? ആണല്ലേ കൂട്ടുകാരെ? കണ്ട അതെ കീറിയപ്പോ തന്നെ കണ്ട അതെ ഇങ്ങനെ പല അടുക്കായിട്ടാണ് ഇരിക്കണത്. കണ്ട അമ്മയ്ക്ക് പിന്നെയും കൊടുത്തു ശരണ്യ. എനിക്ക് വേണ്ട, കഴിച്ചോ കഴിച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ദോശയോടൊന്നും അത്ര ഇഷ്ടപ്പെട്ട്.
അടിപൊളിയാണ് അല്ലേ? നല്ലതാണ് കേട്ടോ. നമ്മൾ സാധാ ദോശ അപ്പൊ എല്ലാരും ഇതുപോലെ കിഴിദോശ ഇണക്കണം ദോശ ഉണ്ടാക്കി എന്നും പറഞ്ഞ് എല്ലാരും ഇതുപോലെ അച്ഛനെ പറ്റിക്കാനൊന്നും നിൽക്കരുത്. അച്ഛന്മാരെയൊന്നും പറ്റിക്കണത് ശരിയല്ല. പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെയൊന്നും അല്ല നമ്മൾ അച്ഛനെ. തമാശക്ക് അതെ, ഒരു തമാശയാണ്. കാരണം അച്ഛനായിട്ട് അങ്ങനെയാണ്. അല്ല പറ്റിച്ചൊന്നും അല്ലാതെ അച്ഛനും മകളും എന്നും പറഞ്ഞ് പഴയ കാലത്ത് ആ ഒരു അച്ഛനെ പേടിയാണെന്നുള്ള ഒരു രീതി അല്ല. ഈ വീട്ടില് ഇല്ല, ഇവിടെ തമാശയാണ്. ഇവര് തമ്മിൽ എപ്പോഴും അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങൾക്ക് പേടിക്കും. അതെ വരുമാനം കൊടുക്കേണ്ട കാര്യത്തിന് വരുമാനം കൊടുക്കും. അതെ. അപ്പൊ അല്ലാതെ നമ്മൾ പറയുമ്പോ തമാശ പറയുമ്പോ തമാശയായിട്ട് തന്നെ കണക്കും. അതെ, അപ്പൊ അങ്ങനെയാണ് ഇവര് തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കാര്യങ്ങളുമാണ് ഇവിടെ എപ്പോഴും. അപ്പൊ കൂട്ടുകാരെ പറഞ്ഞ കാര്യം പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ ഈ ദോശയൊക്കെ നിങ്ങളും ഇതുപോലെയൊക്കെ എന്താണ് ശരണ്യ അച്ഛനായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛനുറപ്പായിട്ട് കട്ടൻ കാപ്പി. അച്ഛനുറപ്പായിട്ട് ഞാൻ കിഴിപ്പൊറോട്ട ഇണക്കി തന്നിരിക്കും ഉടനെ തന്നെ. അല്ല, ഈ കിഴിപൊറോട്ട ഇവിടെ ആരും അല്ല, നിന്നിട്ടില്ല. ഇന്ന് നടക്കണ്ട കാര്യം എന്താ അറിയോ? ഇനി കൊച്ചിന് അതല്ല, എനിക്കൊരു ചടങ്ങുണ്ട്. ഇന്ന് അച്ഛന്റെ കൂട്ടുകാരന്റെ 50ാം വിവാഹ വാർഷികയാണ്. എല്ലാരും വിളിയുണ്ട്. അപ്പൊ ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടും പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും പോകുന്നില്ല. ഞങ്ങൾക്ക് വേറെ ഇവിടെ ആവശ്യങ്ങളുണ്ട്. അതെ, അച്ഛന്റെ കൂട്ടുകാരനാണ് നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതുമാണ് ആ കൂട്ടുകാരനെ അല്ലേ? അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ ഈ ദോശയൊക്കെ നിങ്ങളും ഇണക്കി കഴിക്കാൻ കണ്ട. അച്ഛനായിട്ട് തമാശയൊക്കെ ആണെങ്കിലും ചെയ്തെങ്കിലും അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്ര വേള്. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയല്ലേ ഞങ്ങൾക്ക് സുഖം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കൂട്ടാക്കണം. അപ്പൊ അടുത്ത വീഡിയോക്ക് നമ്മൾ വരുന്നവരെ ബൈ.